റിയൽമിയുടെ റിയൽമി 14 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ഇപ്പോൾ TCS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരിയിൽ മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 14 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഈ ഒരു ഫോണിൽ 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരും. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വളരെ കൂടിയ 3840 Hz PWM ടിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. IP66, 68 അതുപോലെ തന്നെ 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡിസൈനിന്റെ കാര്യത്തിൽ ലെതർ ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുമാത്രമല്ല ഒരു കളർ ചേഞ്ചിങ് ബാക്ക് പാനലായിരിക്കും ഇതിൽ വരിക. അതായത് 16 ഡിഗ്രി സെൽഷ്യസിന്റെ താഴത്തോട്ട് വന്നാൽ കളർ ഫോണിൻ്റെ മാറുന്നതായിരിക്കും ബാക്ക് പാനലിന്റെ. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കില്ലാത്ത ഒരു 5G പ്രോസസ്സറാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരും. ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് ഒരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്പ്ലേ, ഒന്ന് ക്യാമറ, ഒന്ന് ബാറ്ററി ആയിരിക്കും. പ്രോസസ്സർ ജസ്റ്റ് ആവറേജ് മാത്രമായിരിക്കും. അപ്പം വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫോണിന്റെ വില ഒരു 30,000 to 32,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം എന്നാണ്. അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല. ഡിസ്പ്ലേക്കും ക്യാമറയ്ക്കും ബാറ്ററിക്കും ഒക്കെ ആയിരിക്കും ഇതിൽ ഇമ്പോർട്ടൻസ് വരിക. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. എന്നാലും ജനുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമിയുടെ റിയൽമി 14 പ്രോ പ്ലസ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.